എത്ര പെട്ടെന്നല്ലേ ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാം ആകുന്നേ. കഴിഞ്ഞ എക്സാം എഴുതിയതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ തീർന്നില്ല. അതിന് മുന്നേ അടുത്ത എക്സാം എത്തി. എനിവേ, എന്തായി നിങ്ങളുടെ പഠിത്തം? ഞാൻ ഇത്തവണ 80X ആണ് എഴുതുന്നത്. സോ ഡെഫിനറ്റ്ലി ദിസ് വീഡിയോ ഈസ് ഫോർ 80X സ്റ്റുഡൻസ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതെത്ര ഡേറ്റ്? ഫെബ്രുവരി 18-നാണ്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുന്നത് മിക്കവാറും നാളെ ആയിരിക്കും, അതായത് ഫെബ്രുവരി 19. സോ നമുക്കിനി എക്സാമിന് ഇനി കൃത്യം 13 ദിവസം കൂടിയാണുള്ളത്. ശരിക്കും ഞാൻ ഈ വീഡിയോ നേരത്തെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എൻ്റെ മടി കാരണവും പിന്നെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഞാനിത് ഡിലേ ആക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇന്നെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെബ്ലൈൻ്റെ വീഡിയോ ഞാൻ 10 ദിവസം മുന്നെയാണ് ചെയ്തത്. പക്ഷേ 80X അങ്ങനെ ഒരു പേപ്പറല്ല, P ലെവൽ പേപ്പറാണ്. അത് മാത്രമല്ല എൻ്റെ ആദ്യത്തെ P ലെവൽ പേപ്പറുമാണ്. പക്ഷെ ഞാൻ പഠിച്ചതുകൊണ്ട് ഞാൻ പറയുവാണ്, 80X നിങ്ങൾ ദയവേത് ആദ്യമേ എടുക്കരുത്. അല്ല SBR എടുക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. SBRൻ്റെ കാര്യം എനിക്കറിയില്ല. സോ 80X എന്നെ സംബന്ധിച്ച് കുറച്ച് ടഫായിട്ടുള്ള പേപ്പറാണ്. കാരണം ഫസ്റ്റ് P ലെവൽ പേപ്പർ ആയതുകൊണ്ടായിരിക്കാം ഇതിന് കുറച്ച് ടഫാണ്. സ്കിൽ ലെവൽ പേപ്പർ എഴുതിയതുപോലെയല്ല P ലെവലിൻ്റെ എക്സാം എഴുതുന്നത്. സോ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നുന്നു, കാരണം കുറേ എഴുതി പിടിപ്പിക്കാനുണ്ട്. അത് മാത്രമല്ല, ഞാൻ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് അറ്റൻറ്റീവായിട്ട് ഇരുന്നില്ല. രണ്ടാമത്തെ കാരണം, അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചും പോയില്ല. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഐ ഹവ് ഡൺ ഫോർ ദിസ് പേപ്പർ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി 10-13 ദിവസമുണ്ട്. അതുകൊണ്ട് എന്താവോ അത് നമുക്ക് നോക്കാം. കംപ്ലീറ്റ്ലി അറിയില്ല എന്നല്ല, ഒരു ബേസിക് ഐഡിയ ഉണ്ട്. അത് വെച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പഠിക്കാൻ. സോ ഇതിനോടകം തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? 80Xൽ ഒരുപാട് പഠിക്കാനുണ്ട്. കുറേ കണ്ടീഷൻസും റൂൾസും കാര്യങ്ങളും പഠിക്കാനുണ്ട്, ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. നിങ്ങളിപ്പോഴും ജസ്റ്റ് തിയറി മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. സ്റ്റഡി കിറ്റോ സ്റ്റഡി ഹബ്ബോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഫാക്കൽറ്റീസിൻ്റെ നോട്ടോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അത് മാത്രം ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഇറ്റ്സ് ഹൈ ടൈം ടു ഡു ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. നിങ്ങൾ ഇതുവരെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇത്തവണത്തെ എൻ്റെ സ്റ്റഡി പ്ലാൻ ഈസ് സിമ്പിൾ, ജസ്റ്റ് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ. കിറ്റിൽ ഏകദേശം 66 ക്വസ്റ്റ്യൻസ് ഇഫ് ഐ എം നോട്ട് റോങ്. അത് കംപ്ലീറ്റും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതുവരെ ഞാൻ ഒരു ദിവസം മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് 4 എണ്ണമാണ്. 4 കൂടുതൽ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ദിവസം. പക്ഷെ അതൊക്കെ ഒരു 5, 6, 7 ക്വസ്റ്റ്യൻസ് ആക്കുവാണെങ്കിലേ ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ, ബാക്കി നോട്ട്സ് റിവിഷൻ ചെയ്യാനൊക്കെ സമയം ഉണ്ടാവുള്ളൂ. 50 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്, 25 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്. A സെക്ഷനും B സെക്ഷനും ഉണ്ട്. ഡെയിലി 1-2 50 മാർക്കും അതുപോലെ 4 25 മാർക്ക് ക്വസ്റ്റ്യൻസും ചെയ്യാനാണ് നിലവിലെ എൻ്റെ പ്ലാൻ. അത് നടക്കുമെന്നറിയില്ല, ലെറ്റ്സ് സീ. അപ്പോൾ എൻ്റെ സ്റ്റഡി പ്ലാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. ഒരു ദിവസം 5-6 ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിൽ 2 50 മാർക്ക് ക്വസ്റ്റ്യനും 4 25 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ്. അതിൻ്റെ കൂടെ തന്നെ പറ്റുന്നത്ര നോട്ട്സും പഠിക്കുക. സോ അത്രയേ ഉള്ളൂ എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്സോ സ്റ്റഡി പ്ലാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അത് കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ഇൻക്ലൂഡിങ് മീ. ഞാനൊരു സജഷൻ തരാം. നിങ്ങൾ കപ്ലാൻ കിറ്റിലെ ആൻസർ വായിച്ചു നോക്കുമ്പോൾ ട്യൂട്ടേഴ്സ് നോട്ടും എക്സാമിനേഴ്സ് റിപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങളത് രണ്ടും നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. കാരണം എക്സാമിനർ റിപ്പോർട്ട് വായിക്കുമ്പോൾ സ്റ്റുഡൻസ് കോമൺലി വരുത്തുന്ന മിസ്റ്റേക്സ് അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് പ്ലാൻ ചെയ്യാമല്ലോ. സോ നിങ്ങൾ അത് വായിച്ചു നോക്കുക. എക്സാമിനർ റിപ്പോർട്ട് നിർബന്ധമായിട്ടും വായിച്ചിരിക്കാൻ ഞാൻ പറയും, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡോണ്ട് മിസ് ദാറ്റ്. ഇത് നിങ്ങളുടെയും ആദ്യത്തെ P ലെവൽ പേപ്പർ ആണെങ്കിൽ തീർച്ചയായും പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ ഇതുവരെ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല. അത് നിർബന്ധമായിട്ട് നോക്കണമെന്ന് പറഞ്ഞിരുന്നു, ഫാക്കൽറ്റീസ് പറഞ്ഞിരുന്നു. കാരണം കുറേ എക്സിബിറ്റ്സും റിക്വയർമെൻറ്റും സ്പ്രെഡ്ഷീറ്റും വേർഡും ഒക്കെ ആയിട്ട് കുറേ ഫയൽസ് ഓപ്പൺ ആക്കേണ്ട ആവശ്യം വരും. അതൊക്കെ നേരത്തെ മുൻകൂട്ടി എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അതുപോലെ ടൈം മാനേജ്മെൻറ്റ് വലിയൊരു ഇഷ്യൂ ആണ്. 80X എക്സാമിന് സ്റ്റുഡൻസ് കോമൺലി അനുഭവിക്കുന്ന ഒരു പ്രശ്നം ടൈം മാനേജ്മെൻ്റ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. 1.5 മണിക്കൂർ 50 മാർക്ക് ക്വസ്റ്റ്യനും അതുപോലെ 3/4 മണിക്കൂർ വെച്ചിട്ട് 25 മാർക്കിനും കൊടുക്കുക. ഏത് ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, 25 മാർക്ക് ചെയ്യണോ 50 മാർക്സ് ചെയ്യണോ, ഏത് ഓർഡറിലാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഞാൻ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ലാസ്റ്റേ ചെയ്യുള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നുന്നത് അതനുസരിച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി നിൽക്കരുത്. ഏതെങ്കിലും സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പെട്ടെന്ന് പോവുക. ആൻഡ് ലേറ്റർ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വന്നിട്ട് ചെയ്യുക. അതുപോലെ ആൻസേഴ്സ് എഴുതുമ്പം കൂടുതലും പോയിന്റ്സ് ആയിട്ട് എഴുതുക. ആൻഡ് ഒരു പോയിന്റ് തന്നെ വലിച്ചു നീട്ടി കുറേ എഴുതിയതുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടില്ല. ജസ്റ്റ് ബ്രീഫായിട്ട് ഷോർട്ട് ആക്കിയിട്ട് ആ പോയിന്റ് മാത്രം എഴുതുക. അതുപോലെ തന്നെ റിപ്പോർട്ട്, മെമ്മോറാണ്ടം, ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ടിപ്സ് തരാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ
പറ്റുമെങ്കിൽ ഞാൻ സ്റ്റഡി വ്ളോഗ്സ് ആയിട്ട് ഇടാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ATX എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.